എന്തായിരുന്നു സമരം? എസ് ശർമ്മ അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത് എന്റെ നെഞ്ചിലൂടെ ആയിരിക്കും ഒരു വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നത് എന്നാണ്. ഈ എസ് ശർമ്മ സിയാലിന്റെ ചെയർമാനായി എന്നത് മാത്രമല്ല, കഴിഞ്ഞ മാസം എസ് ശർമ്മയുടെ മകന്റെ കല്യാണം നടന്നത് അതേ സിയാലിന്റെ കൺവെൻഷൻ സെന്ററിലാണ്. ഒരു മാന്യതയില്ലാതെ യൂട്ടേൺ നടത്തിയവരാണ് ഇവർ. നാഷണൽ ഹൈവേ, കേരളത്തിൽ ഒരു എക്സ്പ്രസ് ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വേണമെന്ന് പറഞ്ഞപ്പോ അന്ന് ഗോപാലൻ ചേട്ടന്റെ പശുവിന് അപ്പുറം നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല, കിഴക്കുവശത്തുള്ള പെണ്ണിന് പടിഞ്ഞാറ് വശത്തുള്ള ചെറുക്കനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തവർ ഇന്ന് ഇവിടെ ഒരു നാഷണൽ ഹൈവേ പണിയുമ്പോ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി സമരം ചെയ്യുക, പണിയെടുക്കുക. അത് മാത്രമാണ് ഒറ്റ അവസാനം. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ട്രാക്ടർ, ട്രില്ലർ എല്ലാത്തിനെതിരെ സമരം ചെയ്തു. സെപ്റ്റിക് ടാങ്കിനെതിരെ സമരം നടത്തിയവരല്ലേ നിങ്ങൾ? സെപ്റ്റിക് ടാങ്കിനെതിരെ ഈ എറണാകുളം കോർപ്പറേഷനിൽ സെപ്റ്റിക് ടാങ്ക് പിടിപ്പിക്കാൻ ഇവിടെ തീരുമാനമെടുത്തപ്പോ നിങ്ങൾ CIT-ക്കാർ സെപ്റ്റിക് ടാങ്ക് വന്നാൽ ഇവിടെ തോട്ടികളുടെ പണി പോകും, അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ പോലും മാലിന്യമുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനവും